കട്ടപ്പനയാറിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് കുഴിക്കോടിപ്പടിയിൽ മീനുകൾ ചത്തുപൊങ്ങിയിരിക്കുന്നത്. ഇതോടെ ദുർഗന്ധവും വമിക്കുകയാണ്. കാഞ്ചിയാർ പഞ്ചായത്ത്, കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗങ്ങൾ പരിശോധന നടത്തി. വെള്ളത്തിൽ ആരെങ്കിലും വിഷം കലർത്തിയതാവാം എന്നാണ് പ്രദേശവാസികളുടെ സംശയം. ചൊവ്വാഴ്ച രാവിലെ മുതലാണ് കുഴിക്കോടിപ്പടി മേഖലയിലൂടെ ഒഴുകുന്ന കട്ടപ്പനയാറിൽ മത്സ്യങ്ങൾ ചത്ത് പൊങ്ങിയത്. കൂട്ടമായി മത്സ്യങ്ങൾ ചത്തതോടെ വലിയ തോതിൽ ദുർഗന്ധവും വമിക്കുകയാണ്. വെള്ളത്തിൽ ആരെങ്കിലും വിഷം കലക്കിയതാവാമെന്നാണ് പ്രദേശവാസികളുടെ സംശയം. വേനലിൽ വരൾച്ചയ്ക്ക് ശേഷം മഴ പെയ്തോടെ കട്ടപ്പനയാറിൽ നീരൊഴുക്ക് ആരംഭിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. കട്ടപ്പനയാറിൻ്റെ പരിസരത്ത് ഈ കുഴിക്കോടിപ്പടിയുടെ പ്രദേശത്തായിട്ട് സാമൂഹിക വിരുദ്ധർ ആരോ വിഷമെന്തോ കലർത്തി മീനുകൾ കൂട്ടമായിട്ട് ചത്ത് ഇവിടെ ഭയങ്കര ദുർഗന്ധം വമിക്കുകയാണ്. പഞ്ചായത്തുകാരോ ആരോ ഇതെല്ലാം വന്ന് നോക്കിയെന്ന് പറയുന്നു. പക്ഷേ ആരെയും കണ്ടെത്താനായിട്ടില്ല. അധികാരികൾ ഇതിൽ ബന്ധപ്പെട്ട് ഇതിന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സംഭവത്തിൽ കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ ഒഴുകിയെത്തിയ വെള്ളത്തിലാണ് രാസവസ്തു കലർന്നിരിക്കുന്നത്. തുടർന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗവും പരിശോധന ആരംഭിച്ചു. ഏലമടക്കമുള്ള കാർഷിക വിളകളിൽ രാസവസ്തു പ്രയോഗിച്ചപ്പോൾ വെള്ളത്തിൽ കലർന്നതാവാം എന്ന സംശയവും നിലനിൽക്കുകയാണ്. അതോടൊപ്പം ആരെങ്കിലും വിഷം കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചതാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. വിഷാംശം കലർന്നതോടെ ആറിലെ ജലം ഉപയോഗശൂന്യമായതിനൊപ്പം മത്സ്യസമ്പത്തിനും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.